എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും ഈ നാട്ടിലും മറ്റു രാജ്യങ്ങളിലും താമസിക്കുന്ന എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും ഡിജിറ്റൽ ഓണാശംസകൾ നേരുന്നു. ഡിജിറ്റൽ ഓണാശംസകൾ, വെറും ഓണാശംസകളല്ല, ഡിജിറ്റൽ ഓണാശംസകൾ. അതും എന്തുകൊണ്ട് ഡിജിറ്റൽ ആശംസകളെന്ന് പറയാൻ കാരണം കൂടി വിവരിക്കുന്നു. ഇപ്പോൾ ഈ ഓണത്തിന് ആൾമോസ്റ്റ് 60% ഭക്ഷണവും മൊബൈൽ ഫോണിൽ കൂടിയാണ് സമാഹരിക്കുന്നത്. ഹോട്ടലുകളും കാറ്ററിംഗ് കമ്പനിക്കാരും മത്സരിച്ച് ഏതാണ്ട് അവരുടെ കപ്പാസിറ്റിക്ക് അപ്പുറമുള്ള ബുക്കിങ്ങാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കാരണം ആൾക്കാർക്ക് പാചകം ചെയ്യാൻ സമയമില്ല, അവരുടെ അതിൽ ഇൻട്രസ്റ്റും ഇല്ല. പച്ചക്കറി വാങ്ങണം, അങ്ങനെയൊക്കെ കണക്ക് നോക്കുമ്പോൾ ശരിയാണ്. ആകെ കിട്ടുന്ന ഒരു 4-5 ദിവസം കിച്ചണിൽ പോയി ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ട് അവർ കിച്ചൺ ഓൾറെഡി സീൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നോ കുക്കിംഗ് അൺടിൽ അൺലെസ് റൊട്ടൈൻ ഡേയിൽ ആകുമായിരിക്കും. അപ്പോൾ അതിൻ്റെ കാര്യം ഒരു നടപടിയായി. ഇനിയുള്ള ഓണങ്ങൾ ബാക്കിയുള്ള ഒരു 40% കൂടെ ആകുമ്പോൾ അടുത്ത വർഷം ഫുൾ മൊബൈൽ സദ്യയുടെ മോഡൽ എത്തിക്കഴിയും. എന്നാൽ കുറച്ചുകൂടെ പൂർണ്ണത എത്തണമെങ്കിൽ മറ്റൊരു കാര്യം കൂടെ ചെയ്യേണ്ടിയിരിക്കുന്നു. അത് തുണിക്കടക്കാർക്ക് ലാഭം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് നല്ല മുന്തിയതരം തുണികൾ ആൾക്കാരെ ഏതെങ്കിലും രീതിയിൽ അവരെ പരസ്യത്തിൽ പോയി കാണിക്കുക. ആവശ്യമുള്ള വസ്ത്രങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ അപ്പം തന്നെ ഡെലിവറി. അത് ഈ ആമസോൺ അല്ലാതെ തന്നെ ഇപ്പോൾ ട്രിവാൻഡ്രമുള്ളവരാണെങ്കിൽ എറണാകുളമുള്ളവരാണെങ്കിൽ ആ ഏരിയയിൽ പർട്ടിക്കുലർ ഏരിയയിലുള്ളവരും കൊണ്ട് ഹോം ഡെലിവറി കൊടുത്താൽ ഈ ഫുഡ് ഡെലിവറി പോലെ. അപ്പോൾ ഇതിൽ ചില കുട്ടികളുണ്ട് സാരി ഉടുക്കണമെന്ന് ആഗ്രഹിക്കുക. സാരിയും ഉടുത്ത് കുറച്ച് മുല്ലപ്പൂളൊക്കെ ചൂടി കുറച്ച് എന്തെങ്കിലും ഒരു ക്യാമറയൊക്കെ ഫ്രണ്ടിൽ ഞങ്ങൾ ഓണം ആഘോഷത്തിൻ്റെ ഭാഗമായുള്ള ഫോട്ടോഗ്രാഫിയെന്ന് സുഹൃത്തുക്കളേക്ക് അറിയിക്കാമല്ലോ. അവർക്ക് വേണ്ടി അങ്ങനെയുള്ള പ്രോഗ്രാമിന് ചിലപ്പോൾ സാരി ധരിക്കേണ്ടി വരും. എന്നാൽ ഈ സാരി ധരിക്കാൻ എല്ലാവർക്കും അറിയില്ല. അപ്പോൾ അതിനും പണിയുണ്ട്. അതിന് ബ്യൂട്ടി പാർലറെ ഒന്ന് സമീപിച്ചാൽ അവരിങ്ങനെ ഈ കുട്ടികളെ ഈ വധൂവരന്മാരെയൊക്കെ ഒരുക്കാൻ വളരെ എക്സ്പേർട്സാണ്. അവർക്കും ഒരു പണിയാകും. കാരണം ഇപ്പോൾ ഹോട്ടലുകാരാണ് അവരുടെ ചാകരയാണെങ്കിൽ ഇനി തുണിക്കടക്കാർക്കും ചാകര വേണം, ഒപ്പം പാർലറുകാർക്കും വേണം. അവർക്ക് 2 കാര്യമാണ്. പാർലറിനാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യാൻ പറ്റുക. കാരണം ഏതെങ്കിലും വീട്ടിൽ നിന്ന് സാരി ഉടുക്കണമെങ്കിൽ ആ സാരി ധരിക്കാൻ അറിയാത്തവരെ അത് സാരി ധരിക്കാൻ വേണ്ട സഹായം ചെയ്യുന്ന രീതിയിലുള്ള ആൾക്കാരെ ബ്യൂട്ടി പാർലറിന് അയച്ചു കൊടുക്കുക. ഒപ്പം അവർക്ക് മറ്റൊരു പണി കൂടെ ചെയ്യാം. കുറച്ച് മുഖത്ത് പുട്ടിയൊക്കെ അടിച്ച് കുറച്ച് സുന്ദരിയാക്കി മാറ്റാനും സാധിക്കും. അപ്പോൾ കാരണം ഓൾറെഡി ഒരു ബ്യൂട്ടി പാർലറിൽ ഒരാളെ എൻഗേജ് ആകുകയാണ്. അപ്പോൾ മൾട്ടി പർപ്പസാണ്. അപ്പോൾ അതുകൂടെ ആകുമ്പോൾ ഏതാണ്ട് പൂർണ്ണതയിൽ എത്തിക്കഴിയും. എല്ലാം ഡിജിറ്റലായി, എല്ലാം മൊബൈലിലായി കഴിയും. എന്നാൽ ശേഷിക്കുന്ന മറ്റൊരു കാര്യം കൊണ്ട് ഇപ്പോൾ കോടിക്കണക്കിന് രൂപയാണ് ഈ ഗവൺമെൻറ് ഈ ഓണാഘോഷം എന്നും പറഞ്ഞ് വാരിക്കൂരി അങ്ങ് ചിലവാക്കിയാണ്. അവിടെ സമ്മേളനം പാർട്ടി നടത്തുക, ഓണസദ്യ, ഇതൊന്നും ആവശ്യമില്ല. ഇനി ഈ ഗവൺമെൻറ് ചെയ്യേണ്ടത്, കാരണം ഈ ഗവൺമെൻറ് വരികയാണെങ്കിൽ ലാഭം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഇപ്പോൾ ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ എല്ലാം വീഡിയോ എടുക്കുക. ഈ വീഡിയോ എടുത്ത് അടുത്ത വർഷം ചെയ്യാമെന്നുള്ളത് ഇപ്പോൾ കാണിച്ച ഈ കോലാഹലങ്ങളുടെ എല്ലാം ഒരു വീഡിയോ എടുത്ത് ഗ്രാമാന്തരം വലിയ സ്ക്രീനൊക്കെ വെച്ച് അതങ്ങോട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഓണാഘോഷം സ്ക്രീനിലും കൂടി ആകും. ഈ പുലിക്കളിയും മറ്റെന്ത് കളിയും വടംവലിയും ഒക്കെ അതിലങ്ങോട്ട് കാണിക്കാം. അപ്പോൾ ഇതിലുള്ളൊരു ഗുണം, ടെക്നോളജി ഈസ് മോർ ഫാർവേഡ്. അപ്പോൾ ഈ ടെക്നോളജി വളർന്നു വരുന്ന കാരണം അതിൻ്റെ ഉപയോഗം നമ്മൾ കണ്ടെത്തണം. അല്ലാതെ ഈ ശരിക്കുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ മുൻകാലങ്ങളിൽ പറമ്പിലുണ്ടാകുന്ന പച്ചക്കറി എടുക്കുക, അതിനെ പ്രിപ്പയർ ചെയ്യുക, വീട്ടിൽ നിന്ന് തന്നെ പാചകം ചെയ്യുക. അത് അതിൻ്റെ പ്രത്യേക ഒരു സ്വാദുണ്ട്. ഇപ്പോൾ അതില്ലേ, ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കെമിക്കൽ അടിച്ചുണ്ട്. അത് നമ്മൾ ആ ഭാഗം കൂടെ നോക്കണം. അത് രോഗം വടികൾ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ഭക്ഷ്യ സാധനങ്ങളാണ്. പക്ഷേ ഹോട്ടലുകാരും അത് തന്നെയാണ് ചെയ്യുന്നത്. അതേ പച്ചക്കറിയിലാണ് അവർ ഉപയോഗിക്കുന്നത്. അവർ പ്രത്യേകിച്ച് ഫാമൊന്നും അതിന് ഉണ്ടാക്കുന്നില്ല.
സോ ഈ ഓണം ഒരു ഡിജിറ്റൽ ഓണമായി തന്നെയാണ്. അതിൻ്റെ ന്യൂനതകൾ അടുത്ത ഓണത്തിന് പരിഹരിക്കാം. ഇങ്ങനെ ആകുമ്പോൾ ഒരു 2-3 ഓണം കൂടെ കഴിയുമ്പോൾ ഈ എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് ഏതാണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് കഴിയും. അപ്പോഴത്തേക്ക് ഓണത്തെക്കുറിച്ച് ഒന്നും കാണത്തില്ല. അപ്പോൾ ഈ മുൻകാലങ്ങളിൽ ചില ഈ വീക്കിലികളിൽ അമ്പിളി അമ്മാവനെന്ന് ചില എന്താ പറയുക കാർട്ടൂണൊക്കെ കാണും. ആ കാർട്ടൂണിൽ പലവരുടെയും ഫോട്ടോസൊക്കെ ഇങ്ങനെ ഡ്രോയിങ് ചെയ്തൊക്കെ ഇങ്ങനെ മറിച്ച് അമ്പിളി മാമൻ്റെ കഥകളൊക്കെ അതേപോലെ ഈ ഓണത്തിൻ്റെ കഥകൾ മാറുന്നത് ഒരു റിയാലിറ്റി എന്നുള്ളതെല്ലാം തകർന്നു. ഇപ്പം തന്നെ ഏതാണ്ട് ഒരു 60% റിയാലിറ്റി ഇല്ല. എല്ലാം റിയാലിറ്റി ഇപ്പോൾ എല്ലാം നമുക്ക് ഈ മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളിനെ റിയാലിറ്റിയാക്കി മാറ്റുകയാണ്. സോ ഈ ഡിജിറ്റലിന് വേണ്ടി എനിക്ക് ആൾക്കാരോട് പറയാനുള്ളത്, മുമ്പൊരു പ്രഥമനോ വല്ലതൊക്കെ വെക്കണമെങ്കിൽ അതിന് ഒരുപാട് കൂട്ടുകൾ വേണം, ഒത്തിരി ഇത് വേണം, നല്ല നെയ്യ് വേണം, പലതുമാണ്. ഇതൊന്നും വേണ്ട, ഇതെല്ലാം നല്ലത് തന്നെ എന്ന് വിശ്വസിച്ച് നമ്മളിലേക്ക് എത്തിക്കുന്ന ഇത് ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് നിരത്തി വെച്ച് എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് ആഹാരം വയ്ക്കാൻ ഒരു സ്വാദാണ്. പിന്നെ ഇതെല്ലാം മനുഷ്യൻ്റെ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇന്നത്തെ പത്രത്തിൽ വായിക്കാൻ പറ്റിയത് ഒരു 1000കണക്കിന് പോക്കറ്റുകളാണ് ഈ ഈ സദ്യയ്ക്ക് വേണ്ടി ബുക്കിംഗ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രഥമൻ, ഇങ്ങനെ പല ഐറ്റംസും റെഡിമെയ്ഡ്, അത് കൂട്ടുകളെല്ലാം റെഡിമെയ്ഡായിട്ട് സപ്ലൈ ചെയ്യും. പായസങ്ങളൊക്കെ സപ്ലൈ ചെയ്യും. ഇങ്ങനെയൊക്കെ പല ഇതുണ്ട്. ഒരു ചില പരിപ്പ് ഐറ്റം അതായത് മോശമായി പോകുന്നത് അവർ കൊടുക്കില്ല. ഒരു ദിവസം ഇൻസ്റ്റൻ്റായിട്ട് ഉപയോഗിക്കുന്നവർക്ക് 2 ദിവസം സ്റ്റോർ ചെയ്യാമെന്നുള്ള സാധനമൊക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ദേ ആർ ഡൂയിങ് വെരി വെൽ. എനിവേ, ഓണം എന്നുള്ളത് ഇനി നമുക്ക് ഒരു ഓർമ്മകളായി മാത്രം കാണുന്ന ഒരവസ്ഥ അത്ര വിദൂരമല്ല. വളരെ വൈകാതെ തന്നെ നമ്മൾ ആ ഒരു വേൾഡിലോട്ട് എത്തിക്കഴിയും. അപ്പോൾ മാവേലി എന്നുള്ളതൊക്കെ മാറി ഇനി മാവേലി മണ്ണെന്ന് പറഞ്ഞ് ഇതിന് ഡിജിറ്റൽ മണ്ണാണ്, ഡിജിറ്റൽ ഓണം എന്നൊക്കെ പറഞ്ഞ് ഇതിന് വേണ്ട പുതിയ പേരുകൾ വല്ലതും കൊടുക്കണം. അടുത്ത ഓണത്തിന് അങ്ങനെയുള്ളൊരു ഓണം നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. ഈ ഡിജിറ്റൽ ഓണാശംസകളിൽ എല്ലാവരും എൻജോയ് ചെയ്ത് നല്ലൊരു ഹോളിഡേയും സാധിച്ചാൽ ഈ മാവേലിയും ഒന്ന് ഓർത്താലും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.